ഹായ്, ഞാൻ ഡോക്ടർ അശ്വതി. കൊല്ലം SN ആയുർവേദ കോളേജിൽ നിന്നാണ് UG കംപ്ലീറ്റ് ചെയ്തത്. കഴിഞ്ഞ 2024 APGT ആയുർവേദ PG എൻട്രൻസിൽ എനിക്ക് 51ാമത്തെ റാങ്ക് നേടാൻ സാധിച്ചു. ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് 1563 ആയിരുന്നു റാങ്ക്. അതിൽ നിന്ന് ഈ 51ാമത്തിലേക്ക് എന്നെ എത്തിച്ചത് ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ തന്നെയാണ്. നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിന് നമ്മുടെ അക്കാഡമിക് സൈഡ് തറവ് ആക്കിക്കൊണ്ട് വരികയും വേണം. അതോടൊപ്പം എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള, അതായത് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സ്പീഡും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം ടൈമിലെ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ്. ഇങ്ങനെ എല്ലാ തലത്തിലും നമ്മുടെ സ്കില്ലിനെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. അതിന് സ്റ്റുഡൻസിന് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ദ്രോണ. എടുത്തു പറയേണ്ടത് ദ്രോണയിലെ ഫാക്കൽറ്റീസ് തന്നെയാണ്. ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് ദ്രോണയ്ക്കുള്ളത്. അവർ നമുക്ക് തരുന്ന ക്ലാസ്സുകൾ, ഡൗട്ട് ക്ലിയറൻസിൻ്റെ സെഷനുകൾ, മെൻ്റൽ സപ്പോർട്ട്, ഇതെല്ലാം നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. പിന്നെ പറയാനുള്ളത് ദ്രോണയുടെ നോട്ട്സിനെ പറ്റിയിട്ടാണ്. സിലബസിൻ്റെ വലുപ്പം അത് എടുത്ത് കാണിക്കാത്ത രീതിയിലുള്ള ദ്രോണയുടെ നോട്ട്സ്, സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് അതിനെ പലതായിട്ട് തിരിച്ച് കൂടുതൽ റെപ്പറ്റീഷൻ കൊടുത്ത് പഠിക്കേണ്ട ഏരിയ ഏത്, തീരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഏരിയ ഏത്, അങ്ങനെ വെവ്വേറെ ആക്കിക്കൊണ്ട് നമ്മൾക്ക് കുറച്ചുകൂടെ കോച്ചിങ് എളുപ്പമാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നോട്ട്സാണ് ദ്രോണ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു നോട്ട്സ് തന്നെ നമുക്ക് പിന്നീട് വേറെ പല എക്സാംസ് അറ്റൻഡ് ചെയ്യാനും ഉപകാരപ്പെടും. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ തരുന്ന വേറൊരു ദ്രോണയുടെ പ്രോഗ്രാമാണ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം. സ്റ്റുഡൻസിനെ പല ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അതിനകത്ത് നിന്നുകൊണ്ട് ക്ലാസ്സുകളും ഗ്രൂപ്പ് ഡിസ്കഷനുകളും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അങ്ങനെ തുടങ്ങിയ ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന കുറച്ച് ഐഡിയാസ് കൂടാതെ മറ്റു കുട്ടികൾ ഉപയോഗിക്കുന്ന ഐഡിയാസ് കൂടി നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം നമുക്കത് ചിലപ്പോൾ യൂസ്ഫുൾ ആയേക്കാം. അങ്ങനെ എനിക്ക് എൻ്റെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ മെൻറ്റർ കൃത്യമായിട്ട് എൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടുകയും അതേപോലെ തന്നെ എൻ്റെ നല്ല വശങ്ങളെ ആൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെനിക്ക് പിന്നീട് അങ്ങോട്ട് പല രീതിയിലും ഇമ്പ്രൂവ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്ഫുള്ളായി. പിന്നെ ദ്രോണയുടെ വീക്ക്ലി എക്സാംസ്, അതിന് അതിൻ്റേതായ സീരിയസ്നെസ് കൊടുത്തെഴുതാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ആഴ്ചത്തെ ടോപ്പിക്സ് തീർക്കുകയും എന്നാൽ ആ എക്സാംസിനെ ഒരു APGT എൻട്രൻസിനെ കാണുന്ന സീരിയസ്നെസ്സോടു കൂടി തന്നെ അറ്റൻഡ് ചെയ്യുകയും ശേഷം ആ പേപ്പറിനെ കൃത്യമായി അനലൈസ് ചെയ്യാനും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പാളിപ്പോകുന്ന ഏരിയാസ് ഉണ്ടാവും. അതിനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പേപ്പറിൻ്റെ അനലൈസിസ് വഴിയാണ്. ഏതൊരു കോച്ചിങ്ങും കുറച്ച് നാളാകുമ്പോഴത്തേക്കിന് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷേ അങ്ങനൊരു ഇത് വരാതിരിക്കാൻ ദ്രോണ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ദ്രോണയുടേതായ രീതിയിലുള്ള ടിപ്സും ട്രിക്സും ഒക്കെ അതിനകത്ത് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പാട്ട് രൂപത്തിൽ, കോഡ് രൂപത്തിൽ, കഥ രൂപത്തിൽ, അങ്ങനെ പിക്ചറുകൾ പോലെ, അങ്ങനെ പല രീതിയിലും ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ദ്രോണ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഒത്തിരി തമാശയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷേ എക്സാമിനോട് അടുത്തുള്ള ഏറ്റവും അവസാനം മാസമൊക്കെ ആയപ്പോൾ ഇങ്ങനെയുള്ള ട്രിക്കുകളും കാര്യങ്ങളും നമ്മുടെ റിവിഷനെ എത്രത്തോളം ഫാസ്റ്റ് ആക്കുന്നു എന്ന് അപ്പോഴാണ് മനസ്സിലായത്. കോൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലുണ്ട് താനും, എന്നാൽ എക്സാമിന് ആ 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം അത്രയും ഫാസ്റ്റായിട്ട് നമ്മൾ പലതും ഓർക്കണമെങ്കിൽ ഈ കോഡ്സ് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ദ്രോണയുടെ കോണ്ടാക്ട് ക്ലാസ്, ഞാൻ ദ്രോണയുടെ ട്രിവാൻഡ്രത്തെ കോണ്ടാക്ട് ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വീട് കോട്ടയാണ്. കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ പോയി കിട്ടുമ്പോഴുള്ള ഒരു റിഫ്രഷ്മെൻറ്റും അതേപോലെ ഫ്രണ്ട് സർക്കിളും സാറുമാരെ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ചേഞ്ച്, അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എന്നെ സംബന്ധിച്ച് കുറച്ച് ദൂരമായിരുന്നു, എന്നാൽ പോലും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ദ്രോണയുടെ കോണ്ടാക്ട് ക്ലാസ്സുകൾ. അവിടെ പറയുന്ന തമാശകളും അവിടെ നിന്ന് കിട്ടുന്ന ക്ലാസ്സുകളും ഇതൊക്കെ ആ ഒരു ജേർണിയുടെ സമയത്തെ സ്ട്രെസ്സിനെയും ഒരു റിഫ്രഷ്മെൻറ്റിനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ നേട്ടത്തിന് പങ്കുവഹിച്ച മറ്റൊരു ഫാക്ടറാണ് കമ്പൈൻ സ്റ്റഡി. ഞാൻ ആദ്യം മുതലേ കമ്പൈൻ സ്റ്റഡി തന്നെയാണ് ഫോളോ ചെയ്ത് വന്നിരുന്നത്. എന്നെപ്പോലെ ഫാമിലി ലൈഫും ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിട്ടുള്ളവരെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് പറയാൻ പറ്റുന്നത് കമ്പൈൻ സ്റ്റഡി തന്നെയായിരിക്കും. കാരണം നമ്മൾ പല രീതിയിലും തിരക്കും കാര്യങ്ങളുമായിട്ട് പോകും. സോ പഠിക്കാൻ ഒരു കൃത്യമായ സമയം ചിലപ്പോൾ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ കമ്പൈൻ സ്റ്റഡി ആ ഒരു കാര്യത്തിനൊരു ബെസ്റ്റ് സൊല്യൂഷനായിരുന്നു എന്നെ സംബന്ധിച്ച്.
അതിനെനിക്ക് കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. അങ്ങനെ നമുക്കറിയാവുന്നവർ തന്നെ കൂടെ വന്നപ്പോൾ അത് രസമായിരുന്നു. ആ കോച്ചിങ് ഒത്തിരി രസകരമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെല്ലാവരും തന്നെ എൻ്റെ ഈ നേട്ടത്തിൽ അതിൻ്റേതായ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോകും. പക്ഷേ ഈ കമ്പൈൻ സ്റ്റഡിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ എൻകറേജ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവർ ഡൗൺ ആയി പോകുമ്പോൾ നമുക്ക് അവരെ എൻകറേജ് ചെയ്തുകൊണ്ട് വരാനും പറ്റും. ഇത് നമ്മുടെ ടൈം വേസ്റ്റേജിനെ ഒത്തിരി മാനേജ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ദ്രോണ നമുക്ക് മുന്നിൽ പല വിധത്തിലുള്ള മെത്തേഡുകളും പറഞ്ഞു തരും. അതിൽ നിന്ന് ഏറ്റവും നമുക്ക് പ്രയോജനപ്പെടുന്നത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ദ്രോണ കൃത്യമായി ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ അത് ഒന്നും ആലോചിക്കാതെ അതൊന്ന് ചെയ്യുക. കാരണം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടാവും. സോ ദ്രോണ ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുക. ഇനി അടുത്ത വർഷത്തെ എക്സാം എഴുതാൻ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ദ്രോണ പറയുന്നത് അതേപോലെ വിശ്വസിച്ച് ദ്രോണ പറയുന്നത് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ 100% കൊടുക്കാൻ തയ്യാറായി നിൽക്കുക. എല്ലാവർക്കും നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.